ബലാത്സംഗ കേസ് പ്രതിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചതിനുള്ള മധുര വിതരണമാണ് ഈ നടക്കുന്നത്. നടൻ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നാട്ടുകാരിൽ ചിലരാണ് ലഡു വിതരണം നടത്തിയത്. പ്രതിയായ നടൻ സിദ്ദിഖിന്റെ വിജയം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരാജയവും. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒരാഴ്ചയോളം ഒളിവിലിരുന്ന് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സിദ്ദിഖ് നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമ്പോൾ നടൻ എവിടെയെന്ന് അറിയാതെ ഇരുട്ടിൽ നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കുറ്റം ചുമത്തി സിദ്ദിഖിനെതിരെ കേസെടുത്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറ്റകൃത്യം നടന്ന തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിന്നടക്കം തെളിവുകൾ ശേഖരിച്ചു. ദൃക്സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി. നടി നൽകിയ മൊഴികൾ സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകളും കണ്ടെത്തി. പോലീസ് അറസ്റ്റിനൊരുങ്ങുന്നു എന്ന ഘട്ടത്തിലാണ് സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം അല്പം ഭയപ്പെട്ടു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങി. ഹൈക്കോടതി മുൻകൂർ ഹർജി പരിഗണിക്കുന്നുവെന്ന ന്യായം പറഞ്ഞായിരുന്നു ഇത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ വീണ്ടും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന പ്രതീതിയുണ്ടാക്കി. ലുക്കൌട്ട് സർക്കുലർ വിമാനത്താവളങ്ങളിൽ അയച്ചു നൽകി. കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം കുതിച്ചു. എന്നാൽ ഒന്നുമുണ്ടായില്ല. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അതിൽ തീരുമാനമുണ്ടാകും വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സുമനസ് കാട്ടി. മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ ലുക്കൌട്ട് നോട്ടീസും ചില കസ്റ്റഡി ചോദ്യം ചെയ്യലുമൊക്കെയായി അന്വേഷണം നടക്കുന്നുവെന്ന് വരുത്തി തീർത്തു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം. ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ സഹായിച്ചുവെന്ന ആരോപണത്തിന് മൂർച്ച കൂടുകയാണ്. എന്നാൽ ഒരു ഒത്തുതീർപ്പുമില്ലെന്ന് മന്ത്രി പി രാജീവ് വിശദീകരിച്ചു. സർക്കാർ വളരെ ശക്തമായി തന്നെയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷണം നടത്താനായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി സിദ്ദിഖിന് ഒളിവുമാളത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്തിറങ്ങാം. ജാമ്യം കിട്ടുമെന്ന ഉറപ്പിൽ ഭയക്കാതെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.